സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ വിശ്വാസികളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഉത്തരം നക്ഷത്ര ജാതകരുടെ ശനിമാറ്റത്തെ പറ്റിയാണ്. ഉത്തരം 2 കൂറുകാരുണ്ട്. ആദ്യത്തെ തുടക്കത്തിലെ കൂറ് ചിങ്ങക്കൂറെന്നും രണ്ടാമത്തെ കൂറിന് കന്നിക്കൂറെന്നും പറയുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ 15 നാഴികയിൽ വരുന്ന ചിങ്ങക്കൂറിനെ പറ്റി തന്നെ ചിന്തിക്കാം. അവർക്കിപ്പോൾ കണ്ടകത്ത് ശനി, വ്യാഴൻ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് കണ്ടകത്ത് ശനിയുടെ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല. എങ്കിലും കുറച്ച് ദോഷങ്ങളും ദുരിതങ്ങളും യാത്രാക്ലേശങ്ങളും ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് തടസ്സവും, കണ്ണുവേദന, തലവേദന, ജലദോഷം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇവർക്കുണ്ടായിരുന്നു ചിങ്ങക്കൂറുകാർക്ക്. എന്നാൽ ഇപ്പോൾ ഈ ശനി ഇനി അവർക്ക് കുറച്ചുകൂടെ അനുകൂലമായി വരികയും അവർക്ക് നഷ്ടപ്പെട്ടു പോയ പല ഭൂമികൾ തിരിച്ച് ഒത്തുതീർപ്പിൽ കൂടെ, വ്യവഹാര വിജയത്തിലൂടെ അല്ലെങ്കിൽ സർക്കാർ വഴിയോ കിട്ടുകയും അതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള യോഗവും, കൃഷിയിടങ്ങളിൽ നിന്നുള്ള ധനലാഭവും ഭാഗ്യവും, വിദേശത്ത് പോകേണ്ടവർക്ക് പോകാനുള്ള അനുകൂല സമയവുമാകുന്നു. വിദേശത്ത് പോകുന്നവർ അവിടെ ചെന്ന് സാമ്പത്തികമായും ധനം സമ്പാദിക്കാനുള്ള സമയവുമാണ്. കാരണം വ്യാഴൻ കർമ്മസ്ഥാനത്ത് നിൽക്കുകയും മറ്റെല്ലാ ഗ്രഹങ്ങളും അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇനി മുതൽ 2025 മാർച്ച് 29 വരെ ഇവർക്ക് അനുകൂല കാലഘട്ടമായി വരാൻ പോകുന്നു. അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്ക് പൊതുവെ എല്ലാ രീതിയിലും അനുകൂലമായ സമയമാണ്. ശനി 6-ല്, അപ്പം ശത്രുഭാവങ്ങൾ തന്നെ കുറയുകയും കൂടുതൽ ജനങ്ങളുമായി അടുക്കുവാനും യോജിക്കുവാനും സംഘടനകൾ വഴി ജനങ്ങളെ പരിചയപ്പെടുവാനും സംഘടനാക്രമം വഴി നല്ല സ്നേഹബന്ധങ്ങളും ബഹുമാനാദി പുരസ്കാരങ്ങളും വാങ്ങുവാനുള്ള ഭാഗ്യവും കന്നിക്കൂറുകാർക്ക് കാണപ്പെടുന്നു. അതുപോലെ വ്യാഴന്റെ ഭാഗ്യസ്ഥാനത്ത് സ്ഥിതിയും ഇവർക്ക് ഭാഗ്യ ഐശ്വര്യങ്ങളും ജീവിത സുഖവും സന്തോഷവും ഭാഗ്യ ദർശനവും ഉണ്ടാകുകയാണ്. പൊതുവെ ഇവർക്ക് ഗ്രഹം നന്നാക്കാനോ അല്ലെങ്കിൽ ഗ്രഹം മോടി പിടിപ്പിക്കുവാനോ അല്ലെങ്കിൽ പുതിയ ഗ്രഹം വാങ്ങിക്കുവാനുള്ള അഡ്വാൻസ് കൊടുക്കുവാനോ ഉള്ള സമയമാകുന്നു. അതുപോലെ കലാകാരന്മാർക്കും കവികൾക്കും അഭിനയം, നൃത്തം എന്നിവയിൽ ശോഭിക്കുന്നവർക്ക് അതീവമായ നേട്ടങ്ങൾ കന്നിക്കൂറുകാർക്ക് അനുഭവയോഗമാകുന്നു. പൊതുവെ ഇവർക്ക് സമ്മാനം, സർക്കാർ ആനുകൂല്യം, അംഗീകാരം, തൊഴിലിൽ അഭിവൃദ്ധി എന്നിവയും ലഭിക്കുന്നതാണ്. പ്രൊഫഷണൽ തൊഴിൽ ആയ നഴ്സിംഗ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ പൊതുമേഖല, ITI ഈ തലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ സമയവും അംഗീകാരത്തിന്റെ കാലഘട്ടവുമാകുന്നു. പിന്നെ കണ്ണിനും ഇടവിട്ട് ഇവർക്ക് അസുഖങ്ങൾ ഉണ്ടായിരിക്കും. എങ്കിലും പൊതുവെ ശനി ഇവർക്ക് ഇനി അനുകൂലമായ അവസ്ഥകളെ കൊടുക്കുന്നു. പ്രായമായവർക്ക് സന്താനങ്ങളിൽ നിന്നുള്ള ഭാഗ്യ ഐശ്വര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാ അവരിൽ നിന്നുള്ള ഐശ്വര്യവും അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി അവരെ പഠിപ്പിക്കുവാനും സന്തോഷങ്ങൾ ജനിപ്പിക്കുവാനും മാതാപിതാക്കൾക്ക് സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമാകുന്നു. അവരെ നമുക്ക് നല്ല ഗുരുക്കന്മാരുടെ ഇടയിൽ നോക്കി പഠിപ്പിച്ചാൽ വളരെ ഉത്തമ വിജയങ്ങൾ സംഘടിക്കുവാൻ സാധിക്കും. അതുപോലെ ദീർഘമായ യാത്രകൾ നടത്തുവാനും യാത്രകൾ വഴി ധനം സമ്പാദിക്കുവാനും ഒപ്പം കൃഷി, ആയുധം, യന്ത്രം ഇതിൽ നിന്നുള്ള ധനലാഭം ഉണ്ടാകും. പ്രത്യേകിച്ച് അതിൽ നിന്നുള്ള പ്രവൃത്തി, മിഷനിൽ നിന്നുള്ള ലാഭം, കൃഷി
ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്നുള്ള പ്രത്യേക ലാഭവും നേട്ടവും അതിൻ്റെ അഭിവൃദ്ധിയും ഉണ്ടാകും. അതുപോലെ തന്നെ നഴ്സിംഗ് അതുപോലെയുള്ള സർവീസ് ചെയ്യുന്നവർക്കും അനുകൂല സമയം. പൊതുവെ ഉത്തര നക്ഷത്ര ജാതകർക്ക് ഒരു അനുകൂലമായ സമയമാകുന്നു. ദൈവാധീനവും ശാസ്താവിൻ്റെ അനുഗ്രഹവും ഇവർക്ക് പൂർണ്ണമായി നിൽക്കുന്നു, അതായത് തേടി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. കുടുംബത്തിൽ സന്താനത്തിനുള്ള അനുകൂല സമയവും സന്താനങ്ങൾക്ക് വേണ്ടി ചികിത്സ ചെയ്യുന്നവർക്ക് പുതിയ ചികിത്സ ചെയ്യുവാനുള്ള പ്രാരംഭഘട്ടവും ആകും. വിവാഹത്തിന് നിശ്ചയിച്ചിരുന്ന വിവാഹങ്ങൾ നടക്കുവാനുമുള്ള അവസരങ്ങൾ കാണപ്പെടുന്നു. ആഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി ഇവർക്ക് കുറച്ചുകൂടെ അനുകൂലമായ കാലഘട്ടമാണ്. ഇവർ ജനിക്കുന്നത് ആദിത്യ ദശയിലാണ്, അതായത് ആദിത്യൻ 6 കൊല്ലം. ചിങ്ങക്കൂറുകാർ തുടക്കത്തിലാണെങ്കിൽ അവർക്ക് ഏതാണ്ട് 4.5 കൊല്ലം കിട്ടും ആദിത്യ ദശ. കന്നിക്കൂറുകാർ പാതിക്ക് ശേഷം ജനിക്കുന്നവർക്ക് ഏതാണ്ട് 3 കൊല്ലം വരെ കിട്ടും. അപ്പോൾ ഈ ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം ആണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് കൊച്ചുങ്ങൾ ജനിക്കുമ്പോൾ ആദ്യ കാലങ്ങളിൽ പിതാവിനും മാതാവിനും അല്പ അരിഷ്ടതകൾ ഉണ്ടാക്കും, പിന്നീട് രാജയോഗവും സമ്മാനിക്കും. അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്കും 3-4 കൊല്ലം ആദ്യത്തെ ദശ കാണും. ആ സമയത്തും കുടുംബത്തിന് കുറച്ചുകൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് നമുക്കൊരു 3-4 കൊല്ലം എടുക്കാം ആദിത്യ ദശ. അത് കഴിഞ്ഞാൽ ചന്ദ്രദശ 10 കൊല്ലം. ചന്ദ്രദശയിൽ ഇവർക്ക് പഠന പുഷ്ടിയും വരുന്നു. സ്ത്രീകൾക്ക് ആണെങ്കിൽ ബഹുമതി ലക്ഷണം 13-12 വയസ്സുകളിൽ ഉണ്ടാകും. അങ്ങനെ 14 വയസ്സ് വരെ ഏതാണ്ട് ചന്ദ്രദശയും, പിന്നെ ചൊവ്വാദശ 7 കൊല്ലം, 21 വയസ്സ് വരെ ചൊവ്വാദശയിൽ ഇവർക്ക് പഠനവും പിതാവിനും മാതാവിനും ഉന്നതിയും അവർക്ക് ഗ്രഹം വാങ്ങുവാനോ ഭൂമി വാങ്ങുവാനോ സഹോദരങ്ങളെ പഠനത്തിന് വേണ്ടിയുള്ള അഭിവൃദ്ധിക്കുള്ള സമയവും എല്ലാം ഈ ചൊവ്വാദശ കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ രാഹുർദശ 18 കൊല്ലം, ഏതാണ്ട് 38-39 വരെ രാഹുർദശയിൽ ഇവർക്ക് സ്ത്രീ പുരുഷ ഭേദമെന്ന പഠനവും ചിലർക്ക് സാങ്കേതിക പഠന വിജയവും, സ്ത്രീകൾക്കാണെങ്കിൽ 23-24 ജോലിയും ഉദ്യോഗം എന്നിവ ലഭിക്കും. പുരുഷനാണെങ്കിൽ 24-25 കാലങ്ങളിൽ പഠന പൂർത്തീകരണവും 27-28 വിവാഹത്തിന് ഏറ്റവും ഉത്തമമാകുന്നു. ചിലർക്ക് സ്ത്രീ പുരുഷ ഭേദമെന്ന് വിദേശത്ത് ചെന്ന് പഠിക്കുവാനും അവിടുന്ന് ബിരുദം സംഭരിക്കുവാനും ചിലപ്പോൾ അവിടെ തന്നെ ജോലി ലഭിക്കുവാനുമുള്ള യോഗം ഈ സർപ്പദശ കാലത്ത്, അതായത് 36-37 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വിവാഹം പറഞ്ഞല്ലോ, 26-27 വിവാഹവും, ചിലവർക്ക് 24-25 വിവാഹവും. ശേഷം സന്താനവും ധനസമ്പാദ്യവും ചെറിയ ഭവനയോഗവും എല്ലാം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് 16 കൊല്ലം വേഴദശ കാലം. ആ വേഴദശ ഇവർക്ക് വളരെ അനുകൂലപ്രദമായിരിക്കും. ആ സമയത്ത് വാഹനം, വസ്ത്രം, പച്ചുകൂട്ട്, ഗൃഹസൗഖ്യം, കുടുംബസൗഖ്യം, സന്താന സൗഖ്യം, ബന്ധുജന സൗഖ്യം, കീർത്തി, സൽകീർത്തി, ഭാഗ്യ ഐശ്വര്യങ്ങൾ എന്നിവ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ശനിദശ പൊതുവെ ഉത്തര നക്ഷത്ര ജാതകർക്ക് വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല. ശനി 19 കൊല്ലം. ശനിദശയിൽ ഇവർക്ക് കുറച്ച് സമ്പാദ്യത്തിനും സന്താനങ്ങളെ പഠനത്തിന് കീർത്തിയും, ദശ പാതിക്ക് ശേഷം അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും ഉത്തമമാകുന്നു. അത് കഴിഞ്ഞാൽ വരുന്നത് വേഴദശ, അതെല്ലാം ബുധദശ. ശനി കഴിഞ്ഞിട്ട് വരുന്നത് ബുധദശ 17 കൊല്ലം. ബുധദശയും ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ 7 കൊല്ലം കേതുദശ. അങ്ങനെ ഇവരുടെ ഈ ദശകൾ ഈ മുകളിൽ പറഞ്ഞ പ്രകാരം നീളുകയാണ്. പൊതുവെ ഉത്തര നക്ഷത്ര ജാതകർക്ക് ഒരു ദൈവശക്തി പൊതുവെ ഉണ്ടായിരിക്കും. ഇവർ പൊതുവെ ഭക്തന്മാരായിരിക്കും. കൂടുതലും ചിലർ
വിദേശത്ത് ആണ് ജീവിക്കുവാനും വിദേശത്ത് ചിലർക്ക് താമസിക്കാനുള്ള യോഗഭാഗ്യവും ഉണ്ടാകും. ചിലർക്ക് സ്വദേശത്തായിരിക്കും. അവരും അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുവാൻ സ്വദേശത്തും വിദേശത്തും ഇവർക്ക് അതിനുള്ള ശക്തിയുണ്ട്, അതിനുള്ള കഴിവും ഉണ്ട്. ഇവർ അധ്വാനികളും പൊതുവെ സത്യസന്ധന്മാരും ഭക്തന്മാരും ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രവുമാകുന്നു. ഇവരുടെ എല്ലാ ഭാഗ്യത്തിനു വേണ്ടിയും അവർ ജനിക്കുന്നത് ആദിത്യ ദശയാണല്ലോ. ആദിത്യ ദശയിൽ ശിവന് ജലധാര, ചന്ദ്രദശയിൽ ദേവിക്ക് കുങ്കുമാർച്ചന, ദേവി പൂജ, ചൊവ്വാദശയിൽ ഇവർക്ക് മുരുകന് പഞ്ചാമൃതാഭിഷേകം, രാഹുദശയിൽ സർപ്പരാജാവിന് പൂജ അവസരം നൽകുകയും അത് കഴിഞ്ഞാൽ വരുന്ന വേഴദശ കാലത്ത് കുടുംബദേവതാ പ്രീതി, വിഷ്ണുപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുകയും പിന്നീട് ഉള്ള ശനിദശയിൽ താസാപ്രീതിയും അതിനുശേഷമുള്ള ഗുരുദശയിൽ വിഷ്ണുപ്രീതി, ശിവപ്രീതി, ഹനുമാപ്രീതി എന്നിവയും പിന്നീടുള്ള കേതുദശയിൽ ഗണപതിപ്രീതിയും വരുത്തിക്കൊള്ളുക. ഇവർക്ക് സൽ അനുഭവ സിദ്ധിക്ക് വേണ്ടിയും ശാസ്താവിൻ്റെ അനുഗ്രഹം നേടിക്കൊടുക്കുവാനും സർവേശ്വരകാരകൻ ആയ ദൈവം തന്നെ തുണയായി ഇരിക്കട്ടെ. വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും ശാസ്താപ്രീതിയും നാഗപ്രീതിയും കുടുംബദേവതാപ്രീതിയും ഇവർ നടത്തിയാൽ സർവ്വ ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകും. എല്ലാ ഉത്തര നക്ഷത്ര ജാതകർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു എന്ന് മലയങ്കിരി പുരുഷോത്തമൻ.